കൊടുക്ക അനുമോളെ ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുന്നേ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ അനുമോക്കും വരനും എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ് അനുമോളുടെ വിവാഹം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് കുരു പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സനീഷിന്റെ ഒരുപാട് ഫാൻസുകൾക്ക് നല്ലപോലെ കുരു പൊട്ടുന്നുണ്ട്. അവര് വന്ന് നിന്നിട്ട് ഓരോരോ കാര്യങ്ങളും പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. മറ്റൊന്നുമല്ല, അനുമോൾ അനീഷിനെ തേച്ചു. ഇവക്ക് നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാൻ, ആരോടും പറയാതെ എന്നിട്ട് അവൾ വിവാഹം കഴിച്ചു, സ്വന്തം വീട്ടുകാരെ അറിയിച്ചില്ല, നാട്ടുകാരെ അറിയിച്ചില്ല, എല്ലാം രഹസ്യമാക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ അനുമോളുടെ ഈ വിവാഹം ദിവസത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി ഓരോ വീഡിയോകളിലും കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയട്ടെ, ഈ അനുമോളും അനീഷും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ബിഗ് ബോസിൽ അനീഷിന്റെ പ്രപ്പോസൽ അനുമോൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അനീഷിന്റെ പ്രപ്പോസൽ അനുമോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആ പുള്ളിക്കാരിക്ക് എനിക്കൊന്നും ഇതിനു മുമ്പേ നേരത്തെയുള്ള റിലേഷൻഷിപ്പ് തന്നെ ആയിരുന്നിരിക്കണം. പുള്ളിക്കാരൻ ഒരു തമിഴ് പയ്യനാണ്. സോ ഇതൊക്കെ ശരിക്കും അനുമോൾ ശരിക്കും കിടിലമാണ് കേട്ടോ. ശരിക്കും എല്ലാ ഓൺലൈൻ മീഡിയാസിന്റെ മണ്ണാക്കിലടിച്ചു കൊടുത്തു. എന്നാണ് വിവാഹം എന്ന് ചോദിച്ച് ഒരുപാട് ഓൺലൈൻ മീഡിയാസ് അനുമോളുടെ പിന്നാലെ നടന്നിട്ടും വായിൽ നിന്നും ഒരക്ഷരം പുറത്തു വന്നില്ല. എന്റെ വിവാഹം ഇന്ന് ഈ ഒരു ദിവസമാണെന്നുള്ളൊരു കാര്യം അനുമോളുടെ വായിന്ന് പുറത്തു വന്നിട്ടില്ല കേട്ടോ. ഇന്ന് 18-ാം തീയതിയാണ്, ഓഗസ്റ്റ് 18-ാം തീയതിയാണ്. 18-ാം തീയതിയാണ് എന്റെ വിവാഹം എന്നൊരു കാര്യം അനുമോൾ പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് റീസെന്റ് ആയിട്ട് ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് പോലും അവര് അതിൽ റിവീൽ ചെയ്തില്ല എന്നുള്ളതാണ് കേട്ടോ വിവാഹം എന്നാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നന്നായി. എന്നിട്ട് പോലും ഇവന്മാരൊക്കെ എങ്ങനെ മണത്തറിഞ്ഞെന്നുള്ളതാണ് എന്റെ ഒരു ചിന്ത. അതായത് വിവാഹം എങ്ങനെ മണത്തറിഞ്ഞു എന്ന്. സോ ഒരു ക്ലിപ്പ് നമുക്ക് കണ്ടുവെക്കാം സുഹൃത്തുക്കളെ. അനുമോളെ ഓൺലൈൻ മീഡിയാസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു ക്ലിപ്പ് നമുക്ക് ഇവിടെ കണ്ടുവെക്കാം. Alex. ഓക്കെ, എങ്ങനെ ഫൈനലി ഇപ്പോ അനുമോള്
വിവാഹം കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് രാവിലെ ആയിരുന്നു വിവാഹം. ഇന്ന് വെളുപ്പിനെയായിരുന്നു വിവാഹം. എനിക്കൊന്ന് ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ തൊട്ടേ വിവാഹം തുടങ്ങും. വരുന്നു, താലി കിട്ടുന്നു, മാലയിടുന്നു, അവിടുന്ന് മാറുന്നു. ഇത്രയേ ഉള്ളൂ ശരിക്കും. ഓക്കെ, എല്ലാം രഹസ്യമാക്കി വെച്ച അനുമോൾക്കൊരു ബിഗ് സല്യൂട്ട്. സോ എന്റെ പൊൻ അനീഷ് ഫാൻസെ, നിങ്ങൾ ഇതുപോലെ വന്നിരുന്നിട്ട് ഈ ഒരു പുള്ളിക്കാരിയുടെ ലൈഫ് ഇനി ശരിക്കും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. കാരണം ഈ ഫാൻസും കാര്യങ്ങളും ഒക്കെ എന്തിനാണെന്നുള്ളത് കാര്യം ശരിക്കും നല്ല പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ ഇതുപോലെ ഇപ്പം പുള്ളിക്കാരി ഒരു വിവാഹം കഴിഞ്ഞു നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിനടിയിൽ വന്നിരുന്നിട്ട് ഓരോ ചുരുക്കമൻസ് ഇടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്. ഓക്കെ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇനി നിങ്ങൾ ഇതുപോലെ തറ പരിപാടികൾ നിങ്ങൾ കാണിക്കരുത്. ഇത് വെറും ഒരു തേർഡ് റേറ്റ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലുള്ള തന്നെ ആദില, നൂറ അവരൊക്കെ ഉണ്ടായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാൻ. എനിക്കൊന്ന് ഇവർ തമ്മിൽ നല്ല കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അനുമോളുടെ പയ്യൻ ഒരു തമിഴനാണ്, ശരിക്കും പറഞ്ഞ ഒരു തമിഴ് പയ്യനാണ്. പുള്ളിക്കാരന് മലയാളം തീരെ അറിയത്തില്ല. അതിന്റെ ഒരു പ്രശ്നം ഈ വിവാഹ ചടങ്ങിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചു. ഇനിയിപ്പോ പൊട്ടുന്നവർക്കൊക്കെ കുരു പൊട്ടട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇനി എന്തായാലും വിവാഹം കഴിഞ്ഞു പുള്ളിക്കാരി ഇനി തമിഴ്നാട്ടിലേക്ക് പോകുമോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ അനുമോളെ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഒരു ഓൺലൈൻ മീഡിയാസിന് വിവാഹശേഷം ഒരു ബൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു വിടുവായിത്തരം നിങ്ങളുടെ വായിൽ നിന്ന് വീണ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. സോ ഇനി ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ബിഗ് ബോസിൽ നിന്നും കപ്പൊക്കെ കിട്ടി, 19 ലക്ഷം രൂപ കിട്ടി, സേവിങ്സ് ആയി. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിരുന്നു അച്ഛനെ ഇപ്പോൾ പഴയ പോലെ ജോലിക്കൊന്നും വിടുന്നില്ല, വീട്ടിലേക്ക് ഇരുത്തിയിരിക്കുകയാണ്, ഇനി അതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം, ഇതെല്ലാം വളരെ നല്ല കാര്യമാണ് ശരിക്കും. ഇതുപോലെ തന്നെ ബിഗ് ബോസിൽ താങ്കളെ അനീഷ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അനീഷിനും നല്ലൊരു വധുവിനെ, നല്ലൊരു ഭാര്യയെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അനുമോളുടെ വരനും കൂടെ വന്നിരുന്നിട്ട് ഒരു വീഡിയോയിൽ ലൈവായിട്ടിരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരന് മലയാളം ഒന്നും തീരെ പിടിയില്ല, പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, വരുന്ന വഴി കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാണ് തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനല്ലേ? ஃபைனலி ரிவீல் பண்ணிட்டா. நான் ரொம்ப நாளுக்கு அப்புறம் പറഞ്ഞോ, സംസാരിച്ചോ, എന്താ പറയല്ലേ? ഞാൻ ഇപ്പൊ റിവീൽ ചെയ്തു, ഇതാണ് ഭുവനേഷ് എന്ന്. ഓക്കെ, അപ്പോൾ മതിയടീന്ന് പുള്ളി കുറച്ചേ സംസാരിക്കുള്ളൂ. അതെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം. പിന്നെ വേറൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. കാരണം 12 മണിക്ക് റെഡിയാകാൻ കയറിയതാണ്. പിന്നെ 4 മണിക്കാണ് ടെമ്പിളിൽ ഞങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടുന്ന് നേരെ ഇനി മേക്കപ്പൊക്കെ ചെയ്തൊരു കേരള വെഡ്ഡിങ്, റെഡ് സാരിയൊക്കെ ഉടുത്ത്, പറയണ്ടായിരുന്നു, റെഡ് സാരിയൊക്കെ കുഴപ്പമില്ല, സാരിയൊക്കെ ഉടുത്ത് വേറൊരു മേക്ക് ഓവറിൽ വരാൻ പോവാണ്. ഒപ്പം ഭുവനേഷും ഉണ്ട്. പുള്ളിയും എന്താ ഫിറ്റായിട്ട് നേരത്തെ ജുബല്ലേ, കുർത്ത പോലത്തെ ജുബയും മുണ്ടൊക്കെ, അതും വെറൈറ്റി ആയിട്ടും. അപ്പം അതൊക്കെ കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. വീണ്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കല്യാണം നേരത്തെ പറയാത്ത എന്തെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പറയാത്തതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് കൊട്ടിക്കൊഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല, എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ഓരോന്നും എഴുതി ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഉള്ള സന്തോഷം അത് ആ സമയം നമുക്ക് എന്താ പറയണ്ടേ, ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ആദ്യമേ എല്ലാവരുടെയും പറയാണ്ട് അവസാനം റിവീൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം കൊണ്ട് ഞാൻ റിവീൽ ചെയ്തത്. നേരത്തെ പറയാത്തതൊന്നും വിചാരിക്കരുത്. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നല്ലത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, മോശം വിചാരിക്കുന്ന ആൾക്കാരും, മോശം നടക്കണമെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പൊ അനുമോളുടെ വിവാഹം കഴിഞ്ഞു. അനുമോൾക്ക് എല്ലാവിധ വിവാഹ മംഗളാശംസകളും. സോ
നല്ലൊരു വരനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സംസാരിക്കുന്നവന് ഒട്ടും സംസാരിക്കാത്തൊരു പയ്യൻ. ഓക്കെ, അപ്പം ഹാപ്പി മാരീഡ് ലൈഫ്. സോ എൻ്റെ പൊന്ന് അനീഷ് ഫാൻസെ, നിങ്ങളവിടെ അടങ്ങിയിരിക്കുക. പുള്ളിക്കാരി നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.